ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമുക്ക് കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ, പ്രത്യേകിച്ച് ഈ മെനോപോസ് ടൈമൊക്കെ ആയ ലേഡീസ് ഉണ്ടാവും, അവർക്കൊക്കെ പിന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണേ. അത് പരമാവധി ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കാണുന്നവർ അവരുടെ ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, എന്നിട്ട് അഭിപ്രായവും പറയണേ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് രക്തം ഉണ്ടാവാനും കണ്ണിന് കാഴ്ച കൂടാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണേ. അപ്പോൾ അതിനായിട്ട് മുരിങ്ങയില നമുക്ക് വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാവും, അതെല്ലാം നശിച്ചു പോകും. പക്ഷേ നമുക്ക് ഡെയിലി ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഇത് കുറേ നാൾ ഇരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. അപ്പോൾ മുരിങ്ങയില ഇതേമാതിരി നന്നായിട്ട് ഊരിയിട്ട് വെക്കണം. പിന്നെ കുറച്ചൊക്കെ തണ്ടിരുന്നാൽ കുഴപ്പമില്ല, വലിയ തണ്ടല്ല, ചെറിയ തണ്ട്. പിന്നെ ബദാം, ഉണക്കമുന്തിരിങ്ങ, കാഷ്യൂനട്ട്, ഒരു 2-3 ഏലക്കായ. ഈ കാണിച്ച 4 നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ശർക്കരയാണേ. ശർക്കര 3 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ശർക്കരയും മുരിങ്ങയിലയും അത്യാവശ്യമുള്ളത്, ഇത് രണ്ടും മാത്രം ഉണ്ടെങ്കിലും മതി. പിന്നെ നെയ്യും വേണമെന്നുള്ളവർക്ക് മാത്രം. നെയ്യ് കൊളസ്ട്രോൾ കൂടുതലാണ് എനിക്കെന്ന് പറഞ്ഞിട്ട് നെയ്യ് ഉപയോഗിക്കാതിരിക്കരുത്. നെയ്യിലുള്ള കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോളാണേ. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ശർക്കര പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. പിന്നെ ശർക്കരയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ശർക്കര ഇപ്പം പിന്നെ ശർക്കരയിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. എന്നിട്ട് ഒരു ചീനച്ചട്ടിയും കൂടെ വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് നെയ്യ്. ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നെയ്യ് മാത്രം ഉപയോഗിച്ചാലും മതി. കാരണം എൻ്റെ കുട്ടികൾക്ക് കൂടെ നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണേ. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഈ കാഷ്യൂനട്ടും അതേപോലെ മുന്തിരിങ്ങയും പിന്നെ ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കും. ഇത് ഞാൻ ഒന്നും കൂടെ പറയുക, ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നവർ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് പിന്നെ നമുക്ക് ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ളതാണ്. രക്തം നന്നായിട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡാഡിക്ക് വേണ്ടിയിട്ടൊക്കെ, ഡാഡിക്ക് ഇടയ്ക്ക് കാലത്ത് ബ്ലഡ് കുറഞ്ഞു പോയിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പക്ഷേ മുന്തിരിങ്ങയും വണ്ടിപ്പരിപ്പൊന്നും അതിനകത്ത് ഇട്ടില്ലായിരുന്നു. മമ്മി വെറുതെ ഈ ശർക്കര പാനിക്കകത്ത് ഇത് ഇട്ടിട്ട് നല്ല ഉണ്ട ഉരുട്ടി ഒക്കെ ഉണ്ടാക്കി കുറേ ദിവസം ഇരുത്തി കൊടുത്ത്. അപ്പം കുറച്ച് ദിവസം ഡാഡിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ബ്ലഡ് നന്നായിട്ട് ഉണ്ടായി. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ മാറ്റിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ ഈ മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഞാനൊരു ലേശം ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുമ്പോഴേ ഇല ഒന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി എടുക്കുമ്പോൾ പിന്നെ കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ വെള്ളം ഒഴിച്ച് ഒന്ന് ആ ശർക്കരയെല്ലാം അലിയുന്നത് വരെ എടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ കട്ടിക്ക് വീണ്ടും തിളപ്പിച്ച് പാനിയാക്കുക. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നിട്ട്
അത് നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കുക. കാരണം ഈ ശർക്കരപ്പാനി ഒന്ന് ഒഴിക്കുമ്പോൾ ഈ മുരിങ്ങയിലക്കകത്തുള്ള വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ, അതും കൂടെ ഒന്ന് തിളച്ച് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് ആ ഏലക്കായ കുരു ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു. ഏലക്കായ എന്ന് സത്യം പറഞ്ഞാൽ ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു ഫ്ലേവർ കിട്ടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണേ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഒന്ന് ഇട്ട് ഇളക്കി ആ വെള്ളം വറ്റുമ്പോഴത്തേന് നമുക്ക് ഈ വറുത്ത് വെച്ച പിന്നെ ഉണക്കമുന്തിരിങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. ബദാം ഞാൻ വറുത്തിട്ടില്ല, വെറുതെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ട് അത് ഇട്ട് കൊടുത്തതാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ. ഷെയർ അത്യാവശ്യമാണ്, ഇത് അത്രയും നല്ല ഒരു ഐറ്റമാണേ. അപ്പം ഇതേമാതിരി നല്ല പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് ആ എണ്ണയൊക്കെ ഒഴിച്ചതിൻ്റെ ഒരു ഗ്ലേസിങ് ഉണ്ടാവും അതിനകത്ത്, ആ എണ്ണയുടെയും ശർക്കരയുടെയും ഒക്കെ. ഇപ്പം ഇതേമാതിരി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ടിന്നിനകത്തോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ടിന്നിനകത്തോ ഒക്കെ ഇട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട പിടിച്ച് ഇങ്ങനെ ബോളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബോളൊന്നും ആക്കില്ല, സ്പൂൺ വെച്ച് തന്നെ എടുത്ത് കഴിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഡെയിലി 1 സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ 2 സ്പൂണോ അത്രയും കഴിച്ചാൽ മതിയാവും. എല്ലാവർക്കും നല്ല ഗുണം കിട്ടും, അതിൻ്റെ റിസൾട്ട് നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം. മുരിങ്ങയില വെറുതെ നമ്മുടെ വീടുകളിൽ പാഴായി പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.